പതുക്കെയാണ് സിനിമയുടെ അതിലേക്ക് ഞാൻ കടന്നത്. ആദ്യത്തെ ഒരു കുറച്ച് നേരം ഞാൻ ഇങ്ങനെ എന്താണ് നടക്കണേ, അങ്ങനെ ഞാനൊരു നാടകം കളിച്ചു വന്ന ആളാണ്. അപ്പോൾ എനിക്ക് അതാണോ എന്താണിത് അങ്ങനെയാണ്. പക്ഷേ പതുക്കെ സിനിമയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊരാൾക്കാർക്കും ഏത് ജോലി ചെയ്യുന്ന സ്ഥലത്തും വീട്ടിലും എവിടെയാണെങ്കിലും മനുഷ്യർ എത്തിപ്പെട്ടു പോണ ഒരു സിറ്റുവേഷനാണ് അതിലുള്ളത്. അപ്പം സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഭയങ്കര എൻഗേജിങ് ആവാൻ തുടങ്ങും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി എന്താ സംഭവിച്ചത് അതൊക്കെ അറിയാനുള്ള ഒരു തോന്നിപ്പിക്കുന്ന അതറിയാൻ വേണ്ടിയിരിക്കുന്നു. പക്ഷേ സിനിമ മൊത്തത്തിൽ എനിക്ക് അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ അതിലുള്ള ഓരോ കഥാപാത്രങ്ങളും പലപ്പോഴും അതിൽ പല കഥാപാത്രങ്ങളും ഞാനായിട്ടുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരായിട്ടുണ്ടോ എന്ന് നമ്മളെ കൊണ്ട് ആലോചിപ്പിക്കുന്ന, അല്ലെങ്കിൽ മുമ്പോട്ട് ജീവിതത്തിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആണോ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് സ്റ്റാൻഡാണ് എടുക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് ആലോചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ കളിയാക്കുന്ന പോലത്തെ, അതായത് എന്താ പറയുക, ഒരു സറ്റയർ ഉണ്ടാവുമല്ലോ. നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ ഇങ്ങനെയാണല്ലേ ഞാൻ, പക്ഷേ എന്ത് മോശമാണ് നമ്മൾ വ്യക്തിപരമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരും ഇങ്ങനെ ആണിരുന്നല്ലോ, അങ്ങനെ ശരിക്കും ആലോചിപ്പിക്കുന്ന, അതുപോലെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ആസ് എ കഥയാണെങ്കിലും എന്താ സംഭവിച്ചത്, അപ്പോൾ നമ്മുടെ ക്യൂരിയോസിറ്റി പോലും വരുന്നത് ശരിയായൊരു സ്ഥലത്തുനിന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എൻഡിങ്ങും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി ആണ് ശരിക്കും വേണ്ടത് എന്ന് ചോദിപ്പിക്കുന്ന അങ്ങനത്തെ നല്ല സിനിമയാണ്. പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതികളോട് എന്താ പറയുന്നത്? അയ്യോ, എനിക്കറിയാം പ്രേക്ഷകരുടെ പ്രേക്ഷകരിപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ജീവിക്കുന്ന ഒരാൾ, അവരോട് എനിക്കെന്താ പറയണം? അങ്ങനെ എനിക്കൊന്നും പറയില്ല. ഞാനൊരു സാധനം കാണുമ്പോൾ ഞാനത് എന്നെ പറ്റിയിട്ട് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് റെസ്പോണ്ട് ചെയ്യണമെന്നാണ് കൂടുതൽ ആലോചിക്കണം. നമ്മളെ കൂടെയുള്ളവർ അവരെ പറ്റി ആലോചിച്ചാൽ മതിയല്ലോ. നമ്മളെന്നിട്ട് അവരവരുടെ കാര്യം നോക്കിയാൽ തന്നെ കുറേ ശരിയാവുമല്ലോ. ഞാനിനി മറ്റുള്ളവരെ എന്ത് പറഞ്ഞു കൊടുക്കണം നല്ല ആലോചിക്കണേ. എവിടേക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഫേസ് ചെയ്യുന്ന ചുറ്റുമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കുമ്പോഴോ നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യണമെന്ന്, ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് എന്നെ ചിന്തിപ്പിക്കുകയും എന്നെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ എനിക്ക് കിട്ടുന്ന ഒരു അവസരം ചിലപ്പോൾ എനിക്ക് സിനിമ കാണുമ്പോഴായിരിക്കും. അങ്ങനെ എനിക്ക് അല്ലാണ്ട് എനിക്ക് വേറെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു ഫാമിലി എന്ന് വരുന്നു, ഒത്തിരി വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അപ്പം അതുകൊണ്ട് ചോദിച്ചതാണ്. ഇല്ല, എനിക്കങ്ങനെ ആളുകളോട് ഞാൻ എന്തിനാ പറയണത്, അത് ആ സിനിമ കഥ തിരക്കഥാകൃത്തും സംവിധായകനും എല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും ചേർന്ന് സിനിമയുടെ ഭാഗമായ ഓരോ മനുഷ്യരും ചേർന്ന് അങ്ങനെ ഒരു കഥ നമുക്ക് കാണിച്ചതല്ലേ. അപ്പം അതിൽ എനിക്കും ഞാൻ വേറൊരാളടുത്ത് അത് പോയിട്ട് അന്ന് പറയേണ്ട കാര്യമില്ല, അവർ തന്നെ പറയുകയാണ്. അപ്പം ഞാൻ അതിൽ എനിക്കെടുക്കാനുള്ള, ഞാൻ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിൽ ഞാൻ ബെറ്റർ ആക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് എന്നെ കൊണ്ട് ആലോചിപ്പിക്കും ഈ സിനിമ. അതാണ് എനിക്ക് തന്നതെന്ന് എനിക്ക് എന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. കാരണം ത്രൂ ദ സിനിമ എൻഗേജിങ് ആണ്, എൻ്റർടൈനിങ്ങും ആണ്. അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ കൊണ്ടൊന്ന് ആലോചിപ്പിക്കുന്നതുമാണ്. അപ്പോൾ എന്നെ മൊത്തം അതാണ് ഏറ്റവും ഒരു നല്ല സിനിമ എന്ന് ഞാൻ വിചാരിക്കുന്നത്.